അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഫുൾ എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികളെ 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലൊക്കെ ഫുൾ എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികൾ, അതുപോലെ മദ്രസ പരീക്ഷകളിലൊക്കെ ഫുൾ എ പ്ലസ് ലഭിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ എല്ലായിടത്തും നടന്ന് ആദരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സമയത്തിലൂടെയാണ് ഇപ്പൊ നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ ഈ ഫുൾ എ പ്ലസ് ലഭിക്കുന്ന വിദ്യാർത്ഥികളെ ഇത്രയേറെ ആദരിക്കുന്ന ഈ ഒരു സമ്പ്രദായത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ സൂചിപ്പിക്കാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യമായി നമ്മൾ മുമ്പ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ മാർക്കും പെർസെൻറ്റേജുകളും മാത്രം കാൽക്കുലേറ്റ് ചെയ്തിരുന്ന സമയത്ത് നിന്ന് മാറി ഈ എ പ്ലസ് മുതൽ ഈ വരെയുള്ള ഒരു ഗ്രേഡ് 9 പോയിന്റ് ഗ്രേഡിംഗ് സിസ്റ്റം എന്നാണ് ഇതിന് പറയാം. ഇത് ആദ്യമായി സ്റ്റാർട്ട് ചെയ്യുന്നത് 2005 ഉമ്മൻചാണ്ടി സർക്കാരാണ്. അദ്ദേഹം വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾ അമിത സമ്മർദ്ദം ഉണ്ടാകാതിരിക്കാനും റാങ്ക് അടിസ്ഥാനത്തിലുള്ള താരതമ്യം കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് ഈ സിസ്റ്റം കൊണ്ടുവന്നത്. പക്ഷേ ഈ സിസ്റ്റം കൊണ്ടുവരുമ്പോൾ തന്നെ അത് ബ്രീഫ് ചെയ്യുന്ന പ്രസ് കോൺഫറൻസിൽ ചോദ്യങ്ങൾക്ക് മറുപടിയായി അദ്ദേഹം പറയുന്നുണ്ട്, മാർക്ക് കൂടി സർട്ടിഫിക്കറ്റിൽ പ്രദർശിപ്പിക്കും, പക്ഷേ എന്തല്ല അത് പിന്നീട് നടപ്പിലായില്ല. എന്നാൽ ഇപ്പോൾ എ പ്ലസ് നേടുന്നവരുടെ എണ്ണം, അന്ന് മുതൽ നമ്മൾ ഫുൾ എ പ്ലസ് നേടുന്നവരുടെ എണ്ണം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതൊരു സാധാരണ നേട്ടമായിക്കൊണ്ട് മാറിയിരിക്കുകയാണ്. ഇപ്പൊ 2013 10,000-ലാണ് ഫുൾ എ പ്ലസ് നേടുന്നവരുടെ എണ്ണം എന്നുണ്ടെങ്കിൽ 2015 അത് 12,000, 2017 അത് 20,000, 2020 അത് 41,000, 2024 അത് 71,000 എത്തി നിൽക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ വർഷം അത് കുറച്ചും കൂടി ടഫാക്കി അത് 30,514 അത് കുറച്ചിരിക്കുകയാണ്. അത് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത് സർക്കാരിന് ഇത് ഈ ഒരു സമ്പ്രദായത്തിലുള്ള പോരായ്മ മനസ്സിലാക്കിയിട്ടാണ് എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ ഈ ഫുൾ എ പ്ലസ് ലഭിക്കുന്ന വിദ്യാർത്ഥികളെ ഈ അമിതമായി ആദരിക്കുന്നതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നേടുന്ന ഒരു വിദ്യാർത്ഥി അമിതമായി ആദരിക്കുമ്പോൾ ആ വിദ്യാർത്ഥി മനസ്സിലാക്കുന്നത് ഞാൻ സംസ്ഥാനത്തിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളിൽ ഒരാളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവന്റെ യഥാർത്ഥ മത്സര സ്ഥാനം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇത്തരം വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ കോമ്പറ്റീറ്റീവ് എക്സാംസിന് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ 10ാം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ നല്ലൊരു കോളേജിൽ വിദ്യാഭ്യാസം ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഒക്കെ കോമ്പറ്റീറ്റീവ് എക്സാംസിൽ പങ്കെടുക്കണം. ഇപ്പൊ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നീറ്റ് എക്സാമിൽ അഥവാ എൻട്രൻസ് എക്സാം ആയിട്ടുള്ള മെഡിക്കൽ എൻട്രൻസ് എക്സാം ആയ നീറ്റിൽ നമ്മുടെ മലയാളികളുടെ പെർഫോമൻസ് ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നീറ്റിൽ സാധാരണ ആരംഭിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റൈൽ എന്നുള്ളത് 60% ഡയറക്റ്റും 20% അബവ് ആവറേജും 20% ടഫ് ക്വസ്റ്റ്യൻസും ആയിരിക്കും. അപ്പൊ മുൻകാലങ്ങളിലൊക്കെ നീറ്റ് എക്സാമിൽ ഓൾ ഇന്ത്യ റാങ്ക് പരിശോധിക്കുമ്പോൾ 1000 റാങ്കിൽ 100 മലയാളികൾ, അല്ലെങ്കിൽ 10,000-ൽ 1000 അങ്ങനെയൊക്കെയാണ് നമ്മൾ കാണാം, അഥവാ 10%. എന്നാൽ കുറച്ച് വർഷങ്ങളായി നടക്കുന്ന നീറ്റ് എക്സാമിൽ ഇത് വെറും 7% മുതൽ 8% കുറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. ഇനി 2025 നീറ്റ് എക്സാം പോലെ ക്വസ്റ്റ്യൻസ് ടഫ് ആണെങ്കിലോ ആദ്യത്തെ റാങ്കുകളിലേക്ക് 5 മുതൽ 6% ഇത് ചുരുങ്ങുന്നതായിട്ടും നമുക്ക് കാണാം. ഇതിൽ രസകരമായ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 60% ക്വസ്റ്റ്യൻസ് ഏത് പേപ്പറിലും ഓൾമോസ്റ്റ് ഡയറക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞല്ലോ. ആ 60% ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്ത ഒരു കുട്ടിക്ക് കിട്ടുന്ന റാങ്കുകൾ 40,000, 50,000, 60,000 ഒക്കെ ആണെങ്കിൽ അതിൽ മലയാളികൾ 10% മുതൽ 12% വരെ സ്കോർ ചെയ്യുന്നത് കാണാൻ സാധിക്കും. എന്നാൽ ടഫ് ക്വസ്റ്റ്യൻസ് ഏരിയകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് നന്നായി ഷൈൻ ചെയ്യും. ഡയറക്റ്റ് ആയി വരുന്ന ക്വസ്റ്റ്യൻസുകളിലൊക്കെ മലയാളികൾ മറ്റു സ്റ്റേറ്റ്സിനൊപ്പത്തിനൊപ്പം അല്ലെങ്കിൽ അല്പം മുന്നേറുകയോ ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ടഫ് ക്വസ്റ്റ്യൻസിന്റെ ഏരിയയിലേക്ക് വരുമ്പോൾ, അഥവാ നമ്മുടെ വിദ്യാർത്ഥികൾ മത്സര പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പുകളിൽ വളരെ പിന്നിലാണ്, അവരുടെ ക്വാളിറ്റി കുറഞ്ഞുകൊണ്ട് വരുന്നു എന്നുള്ളതാണ്. അതിനൊരു കാരണം എല്ലാം നേടിയെന്ന് അവനെ വിശ്വസിപ്പിക്കുന്ന, അവന്റെ മത്സര സ്ഥാനം എന്താണെന്ന് അറിയിക്കാത്ത ഈ ഗ്രേഡിംഗ് സിസ്റ്റം ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു കാര്യം ഇതിന്റെ കൂടെ പറയുകയാണെങ്കിൽ, 90-92% മാർക്ക് വാങ്ങുന്നവന് ചിലപ്പോൾ ഫുൾ എ പ്ലസ് കിട്ടും. എന്നാൽ 96% മാർക്ക് നേടുന്നവൻ ഒരു പക്ഷെ ഫുൾ എ പ്ലസ് നേടിയിട്ടില്ല എന്ന കാരണത്താൽ ആദരിക്കപ്പെടാതെയും പോകും. അതും ഈ സിസ്റ്റത്തിലുള്ള ഒരു വലിയ ഡ്രോബാക്ക് ആണ്. അപ്പൊ ഈ സിസ്റ്റത്തിനോട് അപേക്ഷിക്കാനുള്ളത് ഇവരെന്ത് ചെയ്യണം, ഈ ഒരു ഗ്രേഡിംഗ് സിസ്റ്റത്തിനോടൊപ്പം തന്നെ അവരുടെ മാർക്കും ഒന്നുമില്ലെങ്കിൽ പ്രദർശിപ്പിക്കുക, എന്നിട്ട് അവന്റെ മത്സര സ്ഥാനവും എന്താണ് എന്നുള്ളത് അവനെ ബോധ്യപ്പെടുത്തുക, അവന്റെ പെർസെൻറ്റേജും മനസ്സിലാക്കി കൊടുക്കുക. അതല്ലെങ്കിൽ ഗ്രേഡിംഗ് സിസ്റ്റം തന്നെ എടുത്തു കളഞ്ഞിട്ട് ഒരു സമ്പൂർണ്ണ വിദ്യാഭ്യാസ പരിഷ്കരണം കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇതല്ലാത്തടത്തോളം കാലം സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ മുന്നേറാൻ ഉള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما.